തലസ്ഥാനത്തെ വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. സിറ്റി, ജില്ലാ കോടതി എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണിയുള്ളത്. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താനിരിക്കെയാണ് വീണ്ടും ബോംബ് ഭീഷണി. പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പോലീസ്. നിലവിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം എല്ലാം തന്നെ നടക്കാനിരിക്കെയാണ് തലസ്ഥാനത്ത് വീണ്ടും ഒരു ബോംബ് ഭീഷണി ഇരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. സിറ്റി, ജില്ലാ കോടതി എന്നിവിടങ്ങളിലും ബോംബ് ഭീഷണിയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താനിരിക്കെയാണ് വീണ്ടും ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. പരിശോധന കർശനമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണിയുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇപ്പോൾ വീണ്ടും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. തലസ്ഥാനത്ത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രദേശത്തെല്ലാം ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പരിശോധനകളെല്ലാം ശക്തമാക്കിയപ്പോൾ പോലും വ്യാജ സന്ദേശമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വീണ്ടും ആശങ്ക വരുത്തിക്കൊണ്ട് തലസ്ഥാനത്ത് 3 ഇടങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് 3 ഇടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ CET കോളേജാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, അതോടൊപ്പം തന്നെ ജില്ലാ കോടതി അടക്കമുള്ളിടത്താണ് ബോംബ് ഭീഷണിയുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ സുരക്ഷ ഒരുക്കാനായി പോലീസ് ശക്തമായ പരിശോധന നടത്തി വരികയാണ്. ബോംബ് സ്ക്വാഡും പോലീസും കൃത്യമായ പരിശോധന നടത്തി വരുന്നുണ്ട്. ഏതായാലും പ്രദേശത്ത് ഭീഷണി വ്യാജമാണ് എന്നുള്ളൊരു സൂചന തന്നെയാണ് നേരത്തെ ഉള്ളത്. പക്ഷേ ആശങ്കയുണ്ടാക്കുന്നത് ആവർത്തിച്ചുള്ള ബോംബ് ഭീഷണിയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു. പരിശോധന ശക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നിന്ന് എത്തുമ്പോൾ തന്നെ സുരക്ഷ ശക്തമാക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൃത്യമായി പരിശോധന നടത്തി വരികയാണ്. വലിയ ആശങ്കയ്ക്കുള്ള വക ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ശക്തമായ പരിശോധനയും ക്രമീകരണങ്ങളും നടന്നു വരികയാണ്.